അങ്ങനെ ഞാൻ മുടി വെട്ടാനായിട്ട് തീരുമാനിച്ചു. അതിനായിട്ട് ഞാൻ ലുലു മോളിലുള്ള ടോണി ആൻഡ് ഗൈയിലാണ് പോയിരുന്നത്. അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും ബെസ്റ്റായിട്ട് തലമുടി വെട്ടുന്ന ആളിനെ തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ടെക്നിക്കൽ ഡയറക്ടറിനെ കൊണ്ട് തന്നെ എൻ്റെ മുടി വെട്ടാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ പുള്ളി മുടി വെട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവരാകെ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഹെയർ ഡ്രയറും ജസ്റ്റ് വാട്ടറും മാത്രമാണ് എൻ്റെ മുടിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് അവരത് ചെയ്യാനുള്ള കാരണം എനിക്ക് കെമിക്കലൊന്നും യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഷാമ്പുവോ കണ്ടീഷണറോ ഒന്നും യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ചില ഷാമ്പൂസും കണ്ടീഷണറിൻ്റെ സ്മെല്ലൊന്നും എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ മുടി വാഷ് ചെയ്തിട്ടാണ് അവിടെ പോയിരുന്നത്. എന്നാലും അവർ ഹെയർ ഡ്രയർ വെച്ചൊന്ന് എല്ലാം ട്രൈ ചെയ്തു. ഇതെല്ലാം വെട്ടിയതിന് ശേഷമാണ് അവർ ഇതുപോലെ ചെയ്യുന്നത്. നല്ല ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒട്ടും ഹെയർ ഡ്രയർ എന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ടുള്ള രീതിയിലാണ് ഹെയർ ഡ്രയർ അടിച്ചത്. ഒരുപാട് ഹീറ്റൊന്നും അടിക്കില്ലെന്ന് പറഞ്ഞു എൻ്റെ തലയിൽ. എനിക്കൊരുപാട് ഹീറ്റൊന്നും അടിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതിനായിട്ടാണ് അവർ ആ രീതിയിൽ ചെയ്തത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ അവർ തലമുടി വെട്ടിത്തന്നു. എന്നിട്ട് അവർ ഈ പറഞ്ഞത് രണ്ടായിട്ട് പകുത്തതിന് ശേഷം ഇതുപോലെ ഹെയർ ഡ്രയർ ചെറിയ രീതിയിൽ, അതും വലിയ ഹീറ്റിംഗ് ഇല്ലാതെ തന്നെയാണ് അവരെൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്ത്. അപ്പോൾ അതനുസരിച്ച് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ടു. അപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്കത് തോന്നി. അപ്പം ആ പറയുന്ന പോലെ തന്നെ നമുക്കെല്ലാം ചെയ്തു തരും. അതുപോലെ തന്നെ എനിക്ക് സൈഡിൽ കൂടെ ചെയ്യേണ്ട, എനിക്ക് നടുക്കൂടെ തന്നെ വേണം പൗക്കാനെന്ന് പറഞ്ഞ് അതനുസരിച്ച് പുള്ളി അത് പൗത്ത് തന്നു. എന്നിട്ട് പറഞ്ഞു ഫ്രണ്ടിൽ വേണമെങ്കിൽ ഇതുപോലെ ഹെയർ ഡ്രയർ ഒന്ന് യൂസ് ചെയ്താൽ ഇച്ചിരൂടെ നല്ല ഭംഗിയായിട്ട് കിടക്കുമെന്ന് പുള്ളി പറഞ്ഞു. അതനുസരിച്ച് ആ പുള്ളി അത് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് മുടിയൊന്ന് ജസ്റ്റ് ഇങ്ങനെ രണ്ടായിട്ട് പൗത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പിരിക്കും. നല്ലോണം ഒന്ന് പിരിച്ച് ഇങ്ങനെ കണ്ടോ, പിരിച്ച് ഒന്ന് ചുരുട്ടി ഒന്ന് വിടും. അതുപോലെ തന്നെ അപ്പുറത്തെ മുടിയെടുത്തും അതേപോലെ ഒന്ന് ചുരുട്ടി അങ്ങനെ പിരിച്ച് അത് നമുക്കറിയാത്തൊരു സംഗതിയാണ് അവർ ചെയ്യുന്നത്. ഇതുപോലെ പിരിച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയ രീതിയിലാണ് ഒന്ന് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒന്നും അപ്ലൈ ചെയ്യാതാണ്, അതായത് ഹെയർ ഡ്രയറോ ഹെയർ സ്പ്രേ ഒന്നും യൂസ് ചെയ്യാതാണ് അവരിത് ചെയ്യുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം വേറെ ഒരു സംഗതി അവർ അപ്ലൈ ചെയ്തില്ലല്ലോ. അപ്ലൈ ചെയ്യാതെ തന്നെയാണ് ഇതെല്ലാം അവർ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് വീഡിയോ പിടിച്ച് തന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ പിടിച്ച് തരണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഹസ്ബൻഡ് വീഡിയോ പിടിച്ച് തന്നു. അപ്പം അതനുസരിച്ച് മുടിയെല്ലാം വെട്ടി നല്ല ഭംഗിയായി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് ടൈമിലും ഇതുപോലെ ഞാൻ ഇവിടെ തന്നെ വരാമെന്ന് ഉദ്ദേശിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ പുറകിലെ മുടി കാണണമെന്ന് പറഞ്ഞു, മിറർ വേണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് അവർ എനിക്ക് മിറർ എടുത്ത് തന്നു. ഞാനങ്ങനെ ബാക്കിൽ നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഹെയർ കട്ടിങ്ങാണ്. നിങ്ങൾക്കും ഇതുപോലെ ചെയ്യണമെങ്കിൽ പോയി ചെയ്യാവുന്നതാണ്. കാര്യം വേറെ ഒന്നും ഇവർ യൂസ് ചെയ്തിട്ടില്ല. ഷാമ്പോ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമ്മൾ തന്നെ ഇതുപോലെ നമ്മുടെ ഇഷ്ടമുള്ള ഷാമ്പു യൂസ് ചെയ്ത് അവിടെ പോയാൽ മതിയാവും. താങ്ക്സ് ഫോർ വാച്ചിങ്.